നിങ്ങൾക്കായുള്ള ഡിവൈൻ മെസ്സേജ് 5 ഓഫ് പെന്റക്കിൾ പറയുന്നത് നിങ്ങൾക്ക് കുറച്ച് ദിവസമായിട്ട് നേരിട്ടിട്ടുള്ള പ്രശ്നങ്ങളെയാണ്, ഹെൽത്ത് ഇഷ്യൂസിനെയാണ്. നിങ്ങളുടെ ഫാമിലിയിൽ ഹോസ്പിറ്റൽ കേസ് വന്നിട്ടുണ്ട്, ഹെൽത്ത് ഇഷ്യൂസ് വന്നിട്ടുണ്ട്. അതിലൂടെ നിങ്ങൾക്ക് കുറച്ച് പെന്റക്കിൾസ് നഷ്ടമായിട്ടുണ്ട്. ഫിനാൻഷ്യൽ ലോസിനെക്കാളും മേജറാണ്. എന്നാൽ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ഫിനാൻഷ്യൽ സെക്യൂരിറ്റിയെ പറ്റിയിട്ട് നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ബ്ലോക്കേജ് മാറുവാനായിട്ട് നിങ്ങൾക്ക് മുന്നിൽ തന്നെയാണ് അവസരമുള്ളത്. ഡോർ ഓപ്പൺ ചെയ്യുക. ആ സാധ്യതയെ യൂണിവേഴ്സ് നിങ്ങളിലേക്ക് കാണിച്ചു തരികയാണ്. പേജ് ഓഫ് പെന്റക്കിൾ പറയുന്നത് മാനിഫെസ്റ്റിംഗ് ന്യൂ ഓപ്പർച്യൂണിറ്റീസ് എന്നാണ്, ബിഗിനിങ് എന്നാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു പോസിറ്റീവ് എനർജി, അബണ്ടൻസ് നിങ്ങളിലേക്ക് വരികയാണ്. ഗുഡ് ന്യൂസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. പ്രതീക്ഷയോട് കൂടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. നിങ്ങളിലേക്ക് ന്യൂ കരിയർ പത്ത് എന്താണ് യൂണിവേഴ്സ് പറയുന്നത്? ഫിനാൻഷ്യൽ ഓപ്പർച്യൂണിറ്റി എന്നാണ്. പുതിയ ബന്ധങ്ങളെയും കാണിക്കുന്നു. റിയാലിറ്റി മനസ്സിലാക്കിക്കൊണ്ട് പുതിയ പ്ലാനിങ് ചെയ്യാൻ യൂണിവേഴ്സ് പറയാണ്. നിങ്ങളുടെ കരിയറുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ്. അവിടെ നിങ്ങൾക്ക് അവസരം തന്നെയാണ്, അബണ്ടൻസ് തന്നെയാണ് എന്ന് യൂണിവേഴ്സ് പറയുന്നു. ഒരു മാജിക് ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് വരുന്നു. പേജ് ഓഫ് കപ്സ് റിവേഴ്സ് പറയുന്നു നിങ്ങളിന്ന് മാറിപ്പോയിട്ടുള്ള ഒരു വ്യക്തിക്ക് ഈ ഒരു സമയത്ത് സംഭവിക്കുന്നത് മിസ്സിംഗ് ദി സൈൻ എന്നാണ്. ചൈൽഡിഷ് ഇമോഷൻ ഉള്ള ഒരു പേഴ്സന്റെ എനർജി കാണിക്കുകയാണ്. ഓവർലി സെൻസിറ്റീവ് ആയിട്ടൊരു പേഴ്സന്റെ എനർജി കാണിക്കുകയാണ്. ഇവിടെ നിങ്ങളിൽ നിന്ന് മാറിപ്പോയിട്ടുള്ള ഒരു വ്യക്തി ഇപ്പോഴത്തെ നിങ്ങളുടെ പ്രോഗ്രസ് കണ്ടുകൊണ്ട്, നിങ്ങളിലേക്ക് വരുന്ന അബണ്ടൻസ് കണ്ടുകൊണ്ട്, നിങ്ങളിലെ മാറ്റം കണ്ടുകൊണ്ട് നിങ്ങൾക്കായിട്ട് വെയിറ്റ് ചെയ്യുന്ന എനർജി ആയിട്ട് കാണിക്കുന്നു. എന്നാൽ ഒരു ബ്ലോക്കേജിനെയും കാണിക്കുന്നു. അവൻ നിങ്ങൾക്കായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. തടസ്സം എന്ന് പറയുന്നത് അവരിലെ ഫിയർ ആണ്, ആക്ഷൻ എടുക്കാനുള്ള ഭയമാണ് എന്ന് യൂണിവേഴ്സ് പറയുകയാണ്. ഇവിടെ അവർ ചിന്തിക്കുന്നത് അടുത്തത് എന്ത് സംഭവിക്കും, വാട്ട് ഹാപ്പൻസ് നെക്സ്റ്റ് എന്നുള്ള ഒരു എനർജിയാണ് കാണിക്കുന്നത്. 5 ഓഫ് കപ്സ് പറയുന്നു ഇവിടെ അവസരം നഷ്ടപ്പെടുത്തിയത് അവരാണ് എന്നുള്ള ചിന്തയെ കാണിക്കുകയാണ്. അവർക്ക് വന്നിട്ടുള്ള നഷ്ടം നിങ്ങളാണ് എന്നവർ തിരിച്ചറിയുന്നു. ഏതൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണോ അവർ നിങ്ങളിൽ നിന്ന് മാറിപ്പോയിട്ടുള്ളത് അവിടെ നിന്നും തിരിച്ചറിവാണ് കാണിക്കുന്നത്. അവരുടെ ഇമോഷനെ കാണിക്കുകയാണ്. ഒരു സ്റ്റെബിലിറ്റി ഇല്ലായ്മ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചു എന്ന് പറയുകയാണ്. അവരെ മനസ്സിലാക്കിയിട്ടുള്ള വ്യക്തി നിങ്ങളാണെന്ന് അവർ തിരിച്ചറിയുന്നു. ഇവിടെ നിങ്ങൾക്കായിട്ട് വെയിറ്റ് ചെയ്യുന്ന വ്യക്തിയുടെ എനർജി കാണിക്കുകയാണ്. നിങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നാൽ മാത്രമേ അവർക്കൊരു റിച്ച് ലൈഫ് ഉണ്ടാവുകയുള്ളൂ, ഒരു പ്രോഗ്രസ് ഉണ്ടാവുകയുള്ളൂ എന്നവർ തിരിച്ചറിയാണ്. കാരണം അത്രമാത്രം പോസിറ്റീവ് എനർജി നിങ്ങളുണ്ടെന്ന് അവർ മനസ്സിലാക്കുന്നു. ഇവിടെ നിങ്ങൾക്ക് ഒരു അബണ്ടൻസ് കാണിക്കുന്നുണ്ട്. ഇൻ 19 ഡേയ്സ് എന്നാണ് പറയുന്നത്. 19 ദിവസത്തിനുള്ളിൽ നിങ്ങളിലേക്ക് യൂണിവേഴ്സിന്റെ ഒരു ബ്ലെസ്സിങ്സ് കാണിക്കുന്നു. നിങ്ങൾ ആഗ്രഹിച്ച ഒരു കാര്യത്തിൽ ഒരു നേട്ടം വരികയാണ്. ഇവിടെ പേഴ്സന്റെ തിരിച്ചുവരവാവാം, അതുപോലെ നിങ്ങളിലേക്ക് വരുന്ന ഒരു ഫിനാൻഷ്യൽ അബണ്ടൻസ് ആവാം യൂണിവേഴ്സ് കാണിക്കുന്നത്. നിങ്ങൾ യൂണിവേഴ്സിലാണോ ട്രസ്റ്റ് ചെയ്യുന്നത്? പ്രപഞ്ചം നിങ്ങളെ അനുഗ്രഹിക്കുന്നതാണ്. വിശ്വസിക്കൂ.